ഹായ് ഹലോ, സിജിയാണ് കേട്ടോ. കൊലസിംഗ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ ക്രാഫ്റ്റാണ്. അതായത് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് പോകുന്ന ചില സാധനങ്ങൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ഗാർഡൻ ക്രാഫ്റ്റ് ഉണ്ടാക്കാം. അതായത് ഒരു ഡൈ പ്ലാന്ററാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായാൽ തീർച്ചയായും ഒരു സപ്പോർട്ട് തരാൻ മറക്കണ്ട. ഇനി നിങ്ങളുടെ പ്ലാൻ ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടും ആമസോണും പുതിയ ഓൺലൈൻ സൈറ്റിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ചെറിയ ഒരു ഗാർഡൻ ഡെക്കറൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല റേറ്റ് കൊടുക്കണം. അപ്പോൾ നമുക്കൊരല്പം സമയവും നമ്മുടെ വീട്ടിൽ വേസ്റ്റായി പോണ ചില സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി നമുക്കൊരു ഗാർഡൻ ഡെക്കർ അഥവാ ഒരു പ്ലാന്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ, അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കപ്പിൾസിനെയാണ് നമ്മുടെ പ്ലാന്റ് നടാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. അത് മറ്റൊന്നിൽ നിന്നുമല്ല, ഇതുപോലെ നമ്മുടെ വീട്ടിൽ വേസ്റ്റായി പോണ ഈ ചിരട്ടയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 4 ചിരട്ടയാണ്. അപ്പോൾ കപ്പിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 4 ചിരട്ട വേണം. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികളൊക്കെ ഉപയോഗിച്ചിട്ട് ഒക്കെ കളഞ്ഞു വയ്ക്കുന്നത് ഇതുപോലത്തെ ബ്രഷ് ഉണ്ടെങ്കിൽ ഒരു ബ്രഷ് വേണം. പിന്നെ വീടുകളിൽ തന്നെ മക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ബാക്കി ഇതുപോലത്തെ അക്രലിക് പെയിൻറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് ഏത് കളറായാലും മതി, പക്ഷേ ബ്ലാക്ക് കൂടി വേണം. അപ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും വേറെ ഏത് കളറും എടുക്കാം, കൂടെ ഈ ഒരു ബ്ലാക്കും കൂടി വേണം. അപ്പോൾ ഈ പെയിൻറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഗാർഡൻ ഡെക്കർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ 4 ചിരട്ട എടുക്കണം. ചിരട്ടയെന്ന് വെച്ചാൽ ഇതുപോലെ കണ്ണുള്ള ചിരട്ട വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ കണ്ണില്ലാത്ത ചിരട്ട എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ചുവട് ഭാഗം ഇങ്ങനെ കൂർത്തിരിക്കുന്നതുകൊണ്ട് നമുക്കത് ഫിക്സ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ കണ്ണുള്ള 4 ചിരട്ട എടുത്തിട്ട് അതിൻ്റെ വെളിയിലുള്ള ഈ ഒരു നാരിനെ നമ്മൾ ഇതുപോലെ ഒന്ന് നൈഫോ എന്തെങ്കിലും വെച്ച് നമ്മളിതിനെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിനെ എളുപ്പത്തിൽ ഇളക്കാനുള്ള മാർഗ്ഗമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് ഇളക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ഇളക്കി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ 4ൻ്റെയും പുറം ഭാഗത്തുള്ള ആ നാരൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ സാൻഡ് പേപ്പറാണ്. അപ്പോൾ ഈ സാൻഡ് പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ പുറം ഭാഗം ഇതുപോലെ നമ്മളൊന്ന് പോളിഷ് ചെയ്തെടുക്കണം. എല്ലാത്തിൻ്റെയും പുറം ഭാഗം നമ്മളൊന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റിനുള്ള കുഞ്ഞു കുഞ്ഞു നാരുകളൊക്കെ പോയിട്ട് നന്നായിട്ട് പോളിഷാവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ 4 എണ്ണത്തിൻ്റെയും നമുക്കൊന്ന് സാൻഡ് പേപ്പർ വെച്ചൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 നന്നായിട്ട് സാൻഡ് പേപ്പർ വെച്ചൊന്ന് പോളിഷ് ചെയ്ത് കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ ഗ്ലൂ ഗൺ വെച്ചോ അല്ലെങ്കിൽ ഫെവിക്വിക്ക് വെച്ചോ ഒന്നിൻ്റെ മുകളിലായിട്ട് ഒന്ന് തലതിരിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിതുപോലെ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. 2 മിനിറ്റ് പിടിക്കുമ്പം അതിലൊട്ടിക്കോളും. അപ്പോൾ ഈ സൈഡിലും കൂടെ നമ്മളിതുപോലെ ഒന്ന് ഗ്ലൂ ഗൺ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതവിടെ നന്നായിട്ട് ഉറച്ചിരിക്കും. ഇതുപോലെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പം അതങ്ങ് ഒട്ടിക്കോളും. അപ്പോൾ അതുപോലെ നമുക്ക് അടുത്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. നെറ്റിൻ്റെ അകത്തും കൂടെ നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ അത് ഇളകൂല. ഒരു ഹോളിൽ കൂടെ കണക്ട് ചെയ്ത് ഈ ചിരട്ടയിലും കൂടെ ആക്കി കൊടുക്കണം. അതവിടെ തന്നെ ഇരുന്നോളും. നമ്മൾ സ്കിന്നിൻ്റെ കളറ് ഒരു പെയിൻ്റ് എടുത്ത് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കണം. താഴെയായിട്ട് നമുക്ക് വൈറ്റ് അടിച്ചു കൊടുക്കാം ഫുള്ള്. ഇനി നമുക്ക് ഹെയർ കൊടുക്കാൻ ബ്ലാക്ക് പെയിൻറ് വേണം. അതിനായിട്ട് നമ്മൾ ബ്ലാക്ക് പെയിൻറ് എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് മൊത്തം ബ്ലാക്ക് പെയിൻറ് അടിച്ചു കൊടുക്കണം. ഫുള്ളായിട്ട് ഇതിൻ്റെ ബാക്കി സൈഡിലെല്ലാം തന്നെ നമ്മൾ ഒരു ബ്ലാക്ക് പെയിൻറ്
ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഫുള്ളായിട്ട് ബാക്ക് സൈഡ് ഫുള്ളായിട്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്തിട്ട് വരാം. ടോപ്പിലായിട്ടും കൂടെ നമ്മളിതുപോലെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം ഉണങ്ങാൻ പറ്റും. ഇതായിട്ട് നമുക്ക് ചുമപ്പ് അടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൽ കണ്ണും കൂടെ വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ ഇത് രണ്ടാമത്തത് എടുത്തിട്ട് നമുക്ക് അതിനിവിടെ ഒരു ഫേസിൻ്റെ കളർ കൊടുക്കാം. അതായത് നമ്മളെ സ്കിൻ കളർ കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതൊന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് കാണത്തില്ല. അപ്പോൾ എനിക്കിങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്കിൻ കളർ ഇതിൻ്റെ ഇവിടെ കൊടുത്തു. എന്നിട്ട് താഴെ നമുക്ക് വേറൊരു കളർ കൊടുക്കാം. താഴെ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ലെമൺ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏത് കളറാണോ നമ്മുടെ കയ്യിലുള്ളത്, കുറച്ചൊരു ഫ്ലൂറസൻ്റ് കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഇത് അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലും കൂടെ ഫുള്ളായിട്ട് അതിൻ്റെ ഹെയർ ഫുള്ളായിട്ട് നമുക്ക് ബ്ലാക്ക് കൊടുത്ത് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ഗേളിൻ്റെ മുടിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇഷ്ടമുള്ളതുപോലെ വേവി ആയിട്ടും പതുക്കെ കേളി ഫോമിലും അങ്ങനെ എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിനെ ഇതുപോലെ ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്ത് പെയിൻറ്റ് ചെയ്തെടുക്കാം. ടോപ്പ് ഭാഗത്തും കൂടെ നമ്മൾ ഈ ബ്ലാക്ക് പെയിൻറ്റ് വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. പിന്നെ ഈ സുന്ദരിക്ക് കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചുണ്ടിൻ്റെയൊക്കെ കളറൊക്കെ ചുമപ്പോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. മൂക്കായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു വരയാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു എല്ലിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുഞ്ഞു പിരികവും ചുണ്ട് നമുക്ക് ഞാനിപ്പോൾ കർവ്ഡായാണ് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അല്ലാത്തൊരു ചുവന്ന കുഞ്ഞു ചുണ്ട് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ കോളറിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് വരയ്ക്കാൻ കഴിവൊന്നും വേണമെന്നില്ല. ഡ്രസ്സിൻ്റെ ഡിസൈനും പാറ്റേണും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് കൊടുക്കാം. പല പല കളറുകളിലായിട്ടുള്ള ഫ്രോക്കുകൾ കൊടുക്കാം. അല്ലെങ്കിൽ താഴെയായിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് വെച്ച ഫ്രോക്കുകൾ കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും അവരവരുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ഞാനിപ്പോൾ കുഞ്ഞ് ഡോട്ടുകളായിട്ട് ചുവന്ന ഡോട്ടുകൾ ഇതിൻ്റെ ചുറ്റോട് ചുറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഡോട്ടൊക്കെ ഇട്ടൊന്ന് കവർ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു റെഡ് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സെൻറ്ററിൽ ഇതും കൂടെ ഒന്ന് ബ്ലാക്ക് ലൈനും കൂടെ വെച്ചൊന്ന് വരച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു ബ്ലാക്ക് ലൈൻ കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഭംഗി കൂടുതലോ ഭംഗി കുറവോ ഒന്നും തന്നെയില്ല. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാനൊരു ബ്ലാക്ക് ലൈൻ കൂടി കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് ഫ്രില്ലോ അല്ലെങ്കിൽ നെക്കിൻ്റെ പാറ്റേണോ ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കൊടുത്തേക്കുന്നത്. ഇനി അതല്ല എങ്കിൽ നമുക്ക് ലെയറൊക്കെ പിടിച്ച് നല്ല ഭംഗിയിൽ കൊടുക്കാം. അങ്ങനെ നമ്മുടെ കലാവിരുതൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയില്ലെങ്കിൽ പെയിൻ്റൊക്കെ നമ്മൾ കയ്യിലൊക്കെ പറ്റും. അപ്പോൾ ഇതവിടെ നിന്ന് ഉണങ്ങട്ടെ. അപ്പോൾ നമ്മുടെ സുന്ദരനും സുന്ദരിയുമായിട്ടുള്ള കപ്പിൾസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സുന്ദരൻ കുറച്ച് നാണം കൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ കൂമ്പി ഇരിക്കുകയാണ്. സുന്ദരി നല്ല മൊഞ്ചത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിതിൽ പ്ലാന്റൊക്കെ നട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ പ്ലാന്റ് നടാനായിട്ടാണ്. അതിനായിട്ട് നമുക്ക് കുറച്ച് പോട്ടി മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് ചെടികളെ വേണമെങ്കിലും നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഒരുപാട് ഹൈറ്റൊന്നുമില്ലാതെ കുഞ്ഞിലകളൊക്കെ ഉള്ള ചെടികളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഇതിൽ സ്പൈഡർ പ്ലാന്റ് ആണ് വെച്ചേക്കുന്നത്. ഇനി ബോർഡർ ഗ്രാസോ അല്ലെങ്കിൽ ഏതെങ്കിലും പുൽച്ചെടികളോ ഏത് വേണമെങ്കിലും നമുക്കിതിൽ വെക്കാം. അപ്പോൾ ഞാൻ രണ്ടിലും ഒരേ തരത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ അതനുസരിച്ച് നമുക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിലും ഇതിൽ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേബിൾ ടോപ്പൊക്കെ വെക്കാൻ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ അത് നമ്മുടെ
കപ്പിൾസ് ആയിട്ടുള്ള പ്ലാന്റേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മൾ ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് ഒരു പരന്ന പാത്രത്തിലോ ഒക്കെ വെച്ചിട്ട് ഒത്തിരി എണ്ണം ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരുടെയും തന്നെ കളർ കോമ്പിനേഷൻ കരാവിരുതും അതേപോലെ ആ ഡിസൈനിങ്ങും ഒക്കെ അങ്ങ് ഡെവലപ്പായി വരട്ടെ. അപ്പോൾ എല്ലാവരും ഇതിനെ ഒന്ന് ട്രൈ ചെയ്യണം. വീട്ടിലൊക്കെ നമുക്ക് വെറുതെ കളയുന്ന ചിരട്ടയൊക്കെ എടുത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് വെച്ചാൽ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയല്ലേ. അപ്പോൾ ഇത്രയും സിമ്പിളായി നമ്മൾ വീട്ടിൽ വെറുതെ വലിച്ചെറിയുന്ന ചിരട്ടയും വീട്ടിലിരുന്ന് കട്ട പിടിച്ച് പോകണം ആ പെയിൻറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനോഹരമായ ഗാർഡൻ ഡെക്കർ അഥവാ പ്ലാന്റർ തയ്യാറാക്കി എടുക്കാമെങ്കിൽ അതല്ലേ നല്ലത്. നമ്മൾ വെറുതെ കാശ് കൊടുത്ത് ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ ഗാർഡൻ ഡെക്കർ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ പ്ലാൻ ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.